കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കും ആന്റിബയോട്ടിക്സിനെ കുറിച്ച്. ആരാണ് പറയുക ആന്റിബയോട്ടിക്സ് എന്താണെന്ന്? ആന്റിബയോട്ടിക്സ് മരുന്നുകൾ എന്നാൽ ബാക്ടീരിയയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നവയാണ്. ബാക്ടീരിയ എന്താണ്? പറയൂ. ബാക്ടീരിയ എന്നാൽ നമ്മളെ രോഗികളാക്കുന്ന രോഗാണുക്കളാണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നാൽ എന്താണ്? ബാക്ടീരിയകളിൽ ആന്റിബയോട്ടിക്സ് പ്രവർത്തിക്കാതെ വരുന്നതിനെയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബാക്ടീരിയയിൽ ആന്റിബയോട്ടിക്സിന്റെ പ്രഭാവം നിലനിൽക്കണം. അതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടറിന്റെ ഉപദേശമില്ലാതെ ആന്റിബയോട്ടിക്സ് കഴിക്കാൻ പാടില്ല. സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തെന്നാൽ ഫ്ലൂ, വൈറൽ, ജലദോഷം പോലെയുള്ള ഇൻഫെക്ഷനുകൾ വന്നാൽ ആന്റിബയോട്ടിക്സ് ഒരു ഫലവും നൽകില്ല. ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് ഒരിക്കലും ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. അതെപ്പോഴും പൂർത്തീകരിക്കേണ്ടതാണ്. കുട്ടികൾക്കെല്ലാം അറിയാം, നിങ്ങളും മനസ്സിലാക്കൂ. ആന്റിബയോട്ടിക്സ് ഡോക്ടറുടെ ഉപദേശപ്രകാരമേ കഴിക്കാവൂ. ചുവന്ന വരകളുള്ള ആന്റിബയോട്ടിക്സിന്റെ സ്ട്രിപ്പുകൾ അതൊരിക്കലും ഡോക്ടറുടെ ഉപദേശമില്ലാതെ കഴിക്കുകയേ അരുത്.